എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണുന്ന തകർന്ന തരിപ്പണമായി ശാരി വീട്ടിലേക്ക് ചെല്ലുവാണ്. പിന്നീട് രാഹുലിനെ നേരിടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പ്രകാശൻ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ സ്ഥിതിയാ പ്രകാശന്. വീണ്ടും പ്രകാശൻ കല്യാണിക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു കിരണിനോട് വന്ന സത്യങ്ങളൊക്കെ ശാരി പറയാണ്. കിരൺ പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ഞാനും എൻ്റെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ അടുത്ത കാര്യം ഒരു കാരണവശാലും വീട്ടിൽ ചെന്നിട്ട് രാഹുലിനോടോ അവരുടെ മാള് സരിയുവിനോടോ പറയാൻ പാടില്ല. അങ്ങനെ അവര് തമ്മിലൊരു കരാറൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ തകർന്ന മനസ്സുമായിട്ടാണ് ശാരി വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം കിരൺ നേരെ വീട്ടിലേക്ക് ചെല്ലുക. ചെന്നപ്പോ കല്യാണി വന്നിട്ട് ചോദിച്ചു, എന്തായി കിരണേട്ട കാര്യങ്ങള്? അവരെ കണ്ട ശാരി ആന്റിയെ കണ്ടോന്ന് ചോദിക്കുക. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുക. തകർന്ന് മനസ്സുമായിട്ട് പോയെന്നറിഞ്ഞപ്പോ കല്യാണിക്ക് വിഷമായി. പാവമുണ്ട്. എത്ര ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും അവരുടെ ആ മനസ്സ് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാലം നെഞ്ചോട് ചേർത്തി വളർത്തിയ മകള് ഒരു നിമിഷം കൊണ്ട് ആരും അല്ലാതായി കഴിഞ്ഞെന്നറിയുമ്പോ ഏതൊരമ്മയ്ക്കും സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യമാ. ഒരുപക്ഷെ അവര് നിരപരാധിയായിരിക്കാം. അവരെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിച്ച് ആ രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടനായിരിക്കും. കിരണേട്ടന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആന്റി പാവമായിരുന്നു കല്യാണം കഴിച്ചു വരുന്ന സമയത്ത്. പിന്നീട് ആന്റിയുടെ സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റം വന്നേന്ന്. സരയും രാഹുൽ എന്ന് പറയുന്ന അയാളും അതിനകത്ത് ദുഷ്ടത്തരങ്ങൾ കാണിച്ചേ. ശരിക്കും അവർക്കൂടെ കൂടിയിട്ടാ ശിക്ഷ കിട്ടേണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം സത്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് ശിക്ഷ കിട്ടിക്കോളൂ എന്ന് പറയാം. എന്നാലും എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കല്യാണി. അവരുടെ പോക്കെ കണ്ടു കഴിഞ്ഞപ്പം. ശരിയാ, കിരണേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ദീപ അങ്ങോട്ട് വന്നു. അപ്പൊ ദീപയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ദീപ പറഞ്ഞു, ഇനിയിപ്പം നമ്മളാരും നോക്കിയിട്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇത്രയും കാലം മൂടി വെച്ചില്ല, മൂടി വെച്ചിട്ടോ രൂപയുടെ ചന്ദ്രസന്നെ രണ്ടുപേരുടെയും ജീവിതമല്ലേ തകർത്ത് കളഞ്ഞ്. അപ്പൊ പിന്നെ ദൈവം പൊറുക്കുവോ? ദൈവം ഇതെല്ലാം മുകളിൽ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുത്ത ശിക്ഷയാന്ന് പറയാ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തേലുമൊക്കെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനവും അവരത് വെറുതെ ഇരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നേ എന്നാ കിരൺ കല്യാണ്ട് പറയാം. ഇനിയിപ്പൊ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ കാഴ്ചവെക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ സരിയൂ, പക്ഷെ അവളോട് ഇത് പറയുമോന്നറിയില്ല. അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തകർന്നു പോകുന്ന ശാരി ആന്റിക്ക് അറിയാം. പോരാത്തിന് അവൾ പ്രഗ്നന്റും കൂടെ ആണല്ലോ. ഇനിയിപ്പൊ താരാന്റി എന്നാ പോലും എതിർക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പം കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് താരാന്റി എന്നിട്ടുണ്ടെങ്കിൽ താരാന്റിനെ ഒന്ന് സമാധാനിപ്പിച്ച് വിടാനേ പറ്റുള്ളൂ. എതിർത്തിട്ടുണ്ടെങ്കിൽ കേസും കോടതിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സരുവിനെ നഷ്ടപ്പെടുമെന്ന് ചിലപ്പോൾ തോന്നലുണ്ടാവും. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല കല്യാണി എന്ന് പറയാം. നോക്കാം, നമുക്ക് എന്താ ചെയ്യാൻ പോകുന്ന നോക്കാന്ന് പറയാം. പിന്നീട് കിരണും കല്യാണിയും രൂപേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. രൂപേനെ കാണാൻ ചെല്ലുന്നപ്പം വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് രൂപയുടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് ഇനിയിപ്പോൾ രൂപ പറഞ്ഞു, അല്ല മോനെ, എനിക്ക് നല്ല പേടിയുണ്ട്. രാഹുലിനോട് എങ്ങാനും ഏട്ടത്തി എന്ന് പറയുവോ ഞങ്ങൾ ഒരുമിച്ചെന്ന കാര്യം? അതോർത്ത് അമ്മ ഇനിയും വിഷമിക്കണ്ട കേട്ടോ. ആ കാര്യത്തിൽ തീരുമാനമായി. എന്നാ മോനെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും പറയരുതെന്ന്. കാരണം സരയു അവരുടെ മകളല്ലെന്നുള്ള സത്യം നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ ഇപ്പം. പക്ഷേങ്കിൽ അതെങ്ങാനും പറയുവാണെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച കാര്യം രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനോടും സരയുവിനോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ ഒന്നും പറയാൻ പോകുന്നില്ല. അതോർത്ത് അമ്മ പേടിക്കണ്ട കേട്ടോ. അങ്ങനെ രൂപയ്ക്ക് സന്തോഷവും സമാധാനമായി. പക്ഷെ രൂപ പറഞ്ഞു, ഇത്രയും കാലം 1-2 വർഷമല്ല മോനെ നമ്മുടെ കുടുംബജീവൻ നശിപ്പിച്ചു കളഞ്ഞേ. നമ്മളെല്ലാവരും കൂടെ ഒത്ത് സന്തോഷയുടെ ഒരു ജീവിതമായിരുന്നു നശിപ്പിച്ചു കളഞ്ഞേ. അപ്പൊ അതിനുള്ള ശിക്ഷയെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ആയിട്ടില്ല, അടിയൊന്നും ആയിട്ടില്ല. വടിവെട്ടാൻ പോയിട്ടുള്ളൂ, ബാക്കി കിട്ടാൻ പോകുന്നുള്ളൂ. എല്ലാത്തിനും കിട്ടണം. ആര്? എൻ്റെ ആംഗ്ലയെന്ന് പറയുന്നേ, അവനെ ഏറ്റവും വലിയ ഇതിനകത്ത് അവനിട്ടായിരുന്നു ആദ്യം കിട്ടേണ്ടിയിരുന്നേ. സാരയിൽ അധികം വൈകാതെ തന്നെ കിട്ടിക്കോളും. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അതാ കാരണം എന്താണെന്നറിയാം, ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ സരുവിന് ഏറ്റവും വലിയ അടിയായിരിക്കും. അവളുടെ ഈ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടിയെ കിട്ടാൻ പോന്നെ. അവള് എന്ത് കണ്ട് അഹങ്കരിക്കാന്ന് അറിയില്ല. പക്ഷെ അവസാനം അതിനുള്ള തിരിച്ചടി അവൾക്ക് കിട്ടിക്കോളും. അധികം വൈകാതെ തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ കല്യാണി പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. ഇപ്പം പുതിയ മേച്ചിൽപ്പുറം തേടി മനോഹർ പോയിട്ടുണ്ട്. അധികം വൈകാതെ അവന്റെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി സരുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. പിന്നീട് ആകെപ്പാടെ തകർന്ന മനസ്സുമായിട്ടാണ് ശാരി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ശാരിയുടെ കാല് പോലും നിലയ്ക്ക് തുറക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥിതിയിലായിരുന്നു. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പം സരിവ് നേരെ അങ്ങോട്ട് വരുവാണ്. സരിവ് വന്നിട്ട് ചോദിച്ചു, അമ്മയുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കണം? അമ്മ കരഞ്ഞോന്ന് ചോദിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സത്യം പറഞ്ഞേ. അമ്മയുടെ മുഖം കണ്ടാ അറിയാലോ, അമ്മ നന്നായിട്ട് കരഞ്ഞ പോലെ ഉണ്ട് മുഖം കണ്ടിട്ട്. എന്തേലും പ്രശ്നമുണ്ടോ അമ്മേ? അമ്മ രൂപാന്റെ അടുത്ത് പോയോ? ഇനി അവിടെ ചെന്നിട്ട് എന്തേലും സത്യങ്ങളൊക്കെ അറിഞ്ഞോ? ആ രൂപാന്റെയും ആ സേനൻ എന്ന് പറയാൻ ദുഷ്ടനും അവരോ ഒന്നിച്ചോ അമ്മേ? 100 ചോദ്യങ്ങളാ സരി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ.
പെട്ടെന്ന് ശാരി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്ത് പറ്റിയുമേ? അമ്മയുടെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറ, എന്തേലും പ്രശ്നമുണ്ടേ പറ. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അച്ഛന് ഇതിനുള്ള തക്ക എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുക. അവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിട്ടുള്ള തിരിച്ചടി അധികം വൈകാതെ തന്നെ കൊടുക്കണമെന്ന് പറയാം. പെട്ടെന്ന് ശാരി പറഞ്ഞു, ഏയ് അതൊന്നും ഇല്ല മോളെ, അതൊക്കെ വെറും നമ്മുടെ തോന്നല് മാത്രമായിരുന്നു. അവരൊന്നിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന അവരൊന്നിച്ചെന്നാ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. രൂപയ്ക്ക് ഇപ്പോഴും സേനോട് ശത്രു തന്നെയാ. പക്ഷെ നമ്മളെല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കണതാ. അങ്ങനെ പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് കയറിപ്പോ. അപ്പൊ സാരി ഓർത്തു, എന്തോ അമ്മ എന്നിൽ നിന്ന് എന്തോ ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. എന്തേലും ആട്ടെ, എപ്പോഴാണല്ലോ അമ്മ പറയായിരിക്കും. അമ്മയുടെ മനസ്സിലെ വിഷമം മാറി കഴിയുമ്പോൾ അമ്മ തന്നോടെല്ലാം തുറന്നു പറയായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു സരയുവിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ പ്രകാശിന്റെ അടുത്ത് ഭാനുമതിയമ്മ ഇരിക്കുകയാണ്. ഭാനുമതിയമ്മ ചോദിച്ചു, അതെ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആവും, എവിടെയെങ്കിലും ഒരു വാടകയ്ക്ക് ഒരു വീട് നോക്കണ്ടേ? മോനെ നീക്ക, നോക്കണമേ, പക്ഷെ കിട്ടണ്ടേ? എങ്ങനെ കിട്ടാനാന്ന് പറ. ഇപ്പൊ തന്നെ അവൻ ജയിലില്ല, നമുക്ക് ആരെങ്കിലും വാടകയ്ക്ക് ഒരു വീട് തരുവോ? എവിടെയാലും ചോദിക്കണം. കുറഞ്ഞ ഇത് പൈസക്കുള്ള മതി, കാരണം വലിയ പൈസക്കുള്ള എടുത്തിട്ട് നമുക്ക് വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാ. പിന്നെ നിന്റെ മരുന്നിനും മറ്റു പൈസ വേണ്ടേ? എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്നും കുഴപ്പമില്ലമ്മേ. എന്നാളെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഈ അവസ്ഥയ്ക്ക് കാരണക്കാരെ ആരാന്നറിയാവോ? കല്യാണിയും കിരണും, അതോടൊപ്പം തന്നെ എൻ്റെ ആദ്യ ഭാര്യ. മൂന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ആദ്യം കാണുന്ന അവറ്റകളായിരിക്കും എന്ന് പറയാം. ഭാനുമതിയമ്മ പെട്ടെന്ന് ചോദിച്ചു, നീ എന്തൊക്കെയാ പറയണേ? കല്യാണിയല്ലേ നിന്റെ ഹോസ്പിറ്റൽ ബില്ലടച്ച് ഈ കാര്യങ്ങളെല്ലാം നോക്കിയത്. ഇനി നീ അവരോട് വെല്ലുവിളിക്കാൻ പോകാൻ തീരുമാനിച്ചോ? എൻ്റെ അമ്മേ, അവരോടുള്ള പക ഞാൻ മരിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് മായില്ല. കണ്ടോ, ഞാൻ കാണുന്നുണ്ട് അവറ്റകളെ എന്ന്. ഈ സമയം ഭാനുമതിയും പറഞ്ഞു, വേണ്ട മോനെ, ഇനി ഒരു പ്രശ്നത്തിനും പോകണ്ട. അറിയാലോ നിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ തന്നെ മോശമാ. ഇനി ഒരു പ്രശ്നത്തിൽ പോയി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണത്തില്ല. ഇപ്പൊ തന്നെ ഇത്രയും കാലം പുന്നരിച്ചു വെച്ചോണ്ടിരുന്ന മോന് ജയിലിലായില്ലേ? ഇനിയിപ്പൊ ആരുടെ ബലത്തിലാ കിടന്ന് ചാടുന്നേ? അവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഓർക്കണ്ട. അവൻ ജയിലിലായി പോയില്ലേ? അതൊന്നും കുഴപ്പമില്ലമ്മേ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവനെ ഞാൻ പുറത്തിറക്കും. പിന്നെ ഞാൻ കളിക്കാൻ പോണെന്ന് പറയാം. ഭാനുമതി അമ്മയ്ക്ക് മനസ്സിലായി പ്രകാശൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇത്രയും നാളും ഇവിടെ കിടന്നിട്ട് തന്നെ രക്ഷിച്ച കല്യാണിയാന്നൊരു ചിന്ത പോലും പ്രകാശിന് ഉള്ളിലുണ്ടായിരുന്നില്ല. ജീവിക്കണോ മരിക്കണോ എന്ന് പറയുന്ന സമയത്ത് ആ പണം കെട്ടി ആ സർജറിയൊക്കെ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും പ്രകാശൻ രക്ഷപ്പെടില്ലായിരുന്നു. പക്ഷെ ഇത്ര തല പോയി കഴിഞ്ഞപ്പോൾ പ്രകാശൻ വീണ്ടും പ്രകാശന്റെ പഴയ സ്വഭാവം തന്നെ എടുക്കാനായിട്ട് തുടങ്ങുവാണ്. പിന്നീട് ശാരി നേരെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും രാഹുൽ അവിടെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശാരി കുറെ സമയം ഇങ്ങനെ നോക്കിയിരുന്നു. ഫോൺ വെക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ശാരി അടുത്തും ദുഷ്ടൻ. ഇത്രയും വർഷം കൂടെ താമസിച്ചിട്ട് 10-25 വർഷം താമസിച്ചിട്ട് ഒരിക്കൽ പോലും ഇയാൾ തുറന്നു പറഞ്ഞിട്ടില്ല. ആ താര എന്ന് പറയുന്ന സ്ത്രീ പലവട്ടം വന്ന് ഇവിടെ വന്ന് കുഞ്ഞിന് വേണ്ടി അയച്ചിട്ടുണ്ട്. സരിയു തന്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് അവരനുഭവിച്ച വേദന എത്രമാത്രമായിരിക്കും. ഇപ്പൊ താൻ ഇത്ര വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് എന്തായിരിക്കും? സ്വന്തം മോളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവര്. ഇപ്പൊ താനിക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആട്ടിപ്പായച്ചു വിട്ട സമയത്തൊക്കെ താൻ ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനെ ഒരു സ്ഥിതി തനിക്ക് ഉണ്ടാവുന്നുള്ളേ. എന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലേ ദുഷ്ടൻ. ഇയാൾക്കിട്ട് ആദ്യം കൊടുക്കണ്ട. ഇയാളുടെ തല്ലി പൊളിക്കും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ശരിക്കും ഭ്രാന്ത് ഇങ്ങാർക്കല്ല, തനിക്കാ ഭ്രാന്ത്. നിന്നെ അധികം ഞാൻ ജീവിക്കാൻ വിടലിടോ. തന്നെ കൊന്നിട്ടാണല്ലോ ശരി, ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്നും പറഞ്ഞ് ശാരി എന്ത് ചെയ്യണം, അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന രാഹുലിന്റെ തല നോക്കി അടിക്കുക. പെട്ടെന്ന് തലക്കിട്ടടിച്ച് കൈക്കിട്ടാ പോയി. രാഹുല് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും അടി വീണ് കഴിഞ്ഞായിരുന്നു. ആ അടിയിൽ തന്നെ രാഹുല് താഴേക്കും കൂടി ചെരിഞ്ഞ് വീഴുക. ഈ സൗണ്ട് കേട്ടുകൊണ്ട് സരിയു താഴേന്ന് ഓടിക്കേറി വരുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛനെ അടിച്ചിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു നിമിഷം സരിയു ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ പുകിലുകൾ നടക്കുമെന്ന് അറിയാൻ പറ്റില്ല. രാഹുലിനെ ഓരോ ദിവസം ഇഞ്ചിഞ്ചായിട്ട് ശാരി കൊല്ലാൻ തുടങ്ങുവാണ്. അവസാനം സരിയുവിനിട്ട് എട്ടിന്റെ പണി കിട്ടുന്നുണ്ട്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.